ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ യാത്ര അയോധ്യയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നേരെ അയോധ്യക്ക് പോകണം. ബാക്കി വിശേഷം കാണാം. ഓക്കെ ഗൈസ്, കാണുന്നതാണ് അയോധ്യ. അറ്റത്താണ് കാണുന്നതാണ് അയോധ്യ. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫുഡ്, ഇന്നത്തെ ഫുഡ് ചോറ്, മുട്ടക്കറി, പയറുപ്പേരി, പിന്നെ അച്ചാറ്. നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇവിടെ ഒരു പാലത്തിനടിയിൽ കുറച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ നിർത്തിയതാണ്. ഇനി ഇവിടെ നിന്നാണ് ഫുൾ എക്സ്പ്രസ് ആയി വരാൻ പോണത്. അപ്പോൾ സ്റ്റോപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വഴിക്ക് ഗ്യാപ്പിട്ടിപ്പോൾ നിർത്തിയ വെച്ചിട്ട്. ഹലോ, നമസ്കാരം. അപ്പോൾ ഇതാണ് എക്സ്പ്രസ് വേ, ആഗ്ര ലക്നൗ. ഞങ്ങൾ പോകുന്നത് ഇനി അയോധ്യയിലേക്കാണ്. അയോധ്യ, പ്രയാഗ്രാജ്, വാരണാസി ഒക്കെ കാണണം. അപ്പോൾ ഞങ്ങളുടെ 22ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ല, നമ്മുടെ 22ാമത്തെ ദിവസമായില്ലേ? 22nd 22 ദിവസം ഞങ്ങളുടെ യാത്ര ഓർമ്മയുള്ളൂ. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് അതൊരു ഫീല് തോന്നിയിട്ടില്ല 22 ദിവസം. പക്ഷെ ഇതില് 1-2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാതെ വയ്യ. കാരണം നമ്മള് കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാല് നമ്മുടെ പോലീസുകാര്, ഓരോ സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാര് ടൂറിസ്റ്റുകളോട് പെരുമാറുന്നത് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളും വളരെ മോശമായിട്ട്, വഴിയില് നമ്മളെ സഹായിക്കേണ്ട പോലീസുകാര് പ്രത്യേകിച്ച് വരുന്ന ടൂറിസ്റ്റുകളെ പിടിച്ച് അവരെ പലതരത്തില് ഇൻസൾട്ട് ചെയ്യലും അതേപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും അവരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഡൽഹിയിൽ ഞങ്ങൾക്ക് ഉണ്ടായത്, ഇവിടെ 10 വർഷം കഴിഞ്ഞ വണ്ടികൾ ഇവിടെ ഓടിക്കാൻ പാടില്ല. അത് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന വണ്ടികളാണ്, പുറമേ നിന്നുള്ള വണ്ടികളല്ല. അപ്പൊ ആ വണ്ടികൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓൾ ഇന്ത്യ ടൂറിലൊക്കെ വരണവരുണ്ടെങ്കിൽ അവരോട് പറയുന്നത് വണ്ടി പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പുറത്തിട്ട് നമുക്ക് വരേണ്ടി വരും, ഡൽഹിക്ക് പുറത്ത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫിറ്റിങ്സ്, ഇപ്പൊ കാരിയർ നമുക്ക് കേരളത്തിൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ മറ്റ് സ്ഥലങ്ങളിലും പ്രശ്നം. പക്ഷെ ഗുജറാത്തിലും അതുപോലെ തന്നെ ഡൽഹിയിലും UP-യിലൊക്കെ കാരിയർ പ്രൈവറ്റ് വണ്ടികൾക്ക് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവര് പറയണം. അത് ഇവിടെയുള്ള ആളുകൾ പറയണം. അല്ലെങ്കിൽ പുറമെയുള്ള ആളുകളെ, പുറമേ നിന്ന് പറഞ്ഞ വണ്ടികളെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരോട് ഇത് നിയമം പറഞ്ഞുകൊണ്ട് അവരുടെ നിന്ന് കാശ് വാങ്ങാനാണ്. അല്ലാതെ കൈക്കൂലിയാണ്. അവർ കൃത്യമായിട്ട് 1000-5000 രൂപയൊക്കെ ഫൈൻ, 5000 ഫൈൻ വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ 10 പൈസ കൊടുത്തില്ല. മാത്രമല്ല, ഞാനിത് അവരുടെ അടുത്ത് വാദിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഇതിന്റെ നിയമം എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ട്, ഇനി ഇത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണുന്ന ആളുകൾ പറഞ്ഞുതരാം ഇതിങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാരിയർ അഴിച്ചു വെച്ചിട്ട് യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പുറമെ നല്ല രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തുള്ള പിടിച്ചുപറിയില്ല നന്നായിട്ട്. ഓക്കെ, നമുക്കിവിടെ വന്നപ്പോ കണ്ട നെറ്റീമ ശ്രീരാമൻ എഴുതിയിട്ടൊരു സംഭവം കിട്ടിയിട്ടാ. ഇതൊക്കെ ഒരു കവാടാട്ടാ. അപ്പോ ഇതാട്ടോ നമ്മുടെ ടെമ്പിളിലൊക്കെ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് എൻട്രി കാര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെ ഒരു കവാടാട്ടാ. ഇപ്പൊ നമ്മളിത് അയോധ്യ ടെമ്പിളിലോടേക്ക് തന്നെ പോവാട്ടാ. നമ്മൾ ഇന്ന് തൊഴാൻ കണ്ടേ, ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട ആൾക്കാർ ഇതൊക്കെ കണ്ടി കുറേ അധികം ഉണ്ട്. കണ്ടാ കുറേ ഉണ്ട് ഇങ്ങനെ, ഇഷ്ടം പോലെ കാണാം. ഇതിന്റെ മുകളിലൊക്കെ ഓരോരുത്തരിക്കുന്നുണ്ട്. ശ്രീരാമന്റെ ഇത് വെച്ചിട്ടുള്ള ലൈറ്റ് കണ്ടില്ലേ? രാമക്ഷേത്രം, അയോധ്യ രാമക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് ആട്ടത്. ഇവിടെ നേരെ ഉള്ളിലേക്ക് പോകുന്നതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിക്കുള്ള ലൈന് ഇവിടുത്തെ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസിനടുത്ത ടൗണാട്ടാ. അപ്പൊ അതെ, നമ്മളേ ഇവിടുന്ന് ഉടുപ്പിയിൽ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിട്ടാ.
കഴിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുഡ് കാണിച്ചു തരാൻ പറ്റിയില്ല. ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റൂമിനടിക്ക് പോവാം. നാളെ മോർണിംഗ് നേരത്തെ തിരിച്ചെത്തണം. അതുകൊണ്ട്